Debate with Dr. Arun Kumar. വെൽക്കം ടു ദ ഡിബേറ്റ്. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFിനെ ഞെട്ടിച്ച് UDFിന്റെ മുന്നേറ്റം. 3 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഇടതുപക്ഷത്തിന്റെ 9 സിറ്റിംഗ് സീറ്റുകളിൽ UDFിന്റെ അട്ടിമറി വിജയം. ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭയിലെ കനത്ത തോൽവിക്കും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ മങ്ങിയ പ്രകടനത്തിനും ശേഷം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ LDFിന്റെ തിരിച്ചടി വരാനിരിക്കുന്ന ഒരു ട്രെൻഡിന്റെ സൂചനയാണോ? വിശദമായി നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എവിടെയാണ് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ നേടി എന്നുള്ളത്. തീർച്ചയായും UDFിനെ സന്തോഷിക്കാം. 31 ഇടങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിലാണ് UDF വിജയിച്ചത്. നോക്കൂ, തിരഞ്ഞെടുപ്പ് നടന്നത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 31 വാർഡുകളിലേക്കാണ്. UDFിന് 16 സീറ്റുകളും LDFിന് 11 സീറ്റുകളുമാണ് കിട്ടിയത്. UDFിന് മേൽക്കൈ ഉണ്ടായി. NDAക്ക് 3 സീറ്റുകളും 1 സീറ്റ് സ്വതന്ത്രനും കൊണ്ടുപോയി. LDFിന്റെ ഭരണനഷ്ടം 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലാണ്. LDF ഭരിച്ചിരുന്ന തൃശൂർ നാട്ടിക പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, പാലക്കാട് തച്ചമ്പാറ നഷ്ടപ്പെട്ടു, ഇടുക്കി കരിമണ്ണൂർ നഷ്ടപ്പെട്ടു. 3 പഞ്ചായത്തുകൾ LDFിന് നഷ്ടപ്പെട്ടു. നാട്ടികയിലെ നേട്ടം വളരെ വേഗം ഒന്ന് നോക്കി വന്നാൽ, നേരത്തെ LDFിന് 6 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 സീറ്റുകളായി കുറഞ്ഞിരിക്കുന്നു. നേരത്തെ 5 വാർഡുകൾ ഉണ്ടായിരുന്ന നാട്ടികയിലെ UDF ഇത്തവണ 1 സീറ്റുകൾ കൂടി നേടി 6 സീറ്റുകളായി മാറിയിരിക്കുന്നു. പിടിച്ചെടുത്തത് നാട്ടികയിലെ LDFിൻ്റെ വാർഡാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. BJP 3 സീറ്റുകളായിരുന്നു നേരത്തെ. ഇക്കുറിയും 3 സീറ്റുകൾ തന്നെ നാട്ടികയിൽ BJP നിലനിർത്തുന്നു. ഇനി കരിമണ്ണൂരിലെ കളികളൊന്ന് നോക്കിയാൽ, നേരത്തെ ടോസിങ്ങിലൂടെ LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. LDF സ്വതന്ത്രൻ കൂറുമാറി അയോഗ്യനായി ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതോടുകൂടി UDF ഭരണത്തിലേക്ക് എത്തുന്ന കാഴ്ചയുണ്ടായി. നേരത്തെ LDFും UDFും 7 വീതം വാർഡുകളിലാണ് വിജയിച്ചു നിന്നത്. ടോസിങ്ങിലൂടെ LDFിന് ഭരണം കിട്ടി. ആ കരിമണ്ണൂരിലെ LDFിന്റെ ഭരണം അവസാനിച്ചത് LDF സ്വതന്ത്രൻ കൂറുമാറിയപ്പോൾ അയോഗ്യനാവുകയും അയോഗ്യനായതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ UDF 8, LDFിന് അവരുടെ 7-ൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു. അതോടുകൂടി 6 മാറുകയും ചെയ്തു. അങ്ങനെ ഇടുക്കിയിലെ കരിമണ്ണൂരിലും UDFിന് മേൽക്കൈ. ഇനി പാലക്കാട് തച്ചമ്പാറയിലെ തോൽവി. നേരത്തെ LDFിന് 8 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ 1 സീറ്റ് നഷ്ടപ്പെട്ടു. LDF 7-ലേക്ക് ചുരുങ്ങി. നേരത്തെ UDFിന് 7 വാർഡുകൾ ഉണ്ടായിരുന്നു. 1 വാർഡ് പിടിച്ചെടുത്ത് 8 ഉയർത്തി. അങ്ങനെ പാലക്കാട് തച്ചമ്പാറയിലെ പഞ്ചായത്തും LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. LDF പിടിച്ചെടുത്ത വാർഡുകൾ കൊല്ലത്ത് തേവലക്കര, കൊല്ലത്ത് നടുവിലക്കര, കൊല്ലത്ത് തെറ്റുമുറി, കോട്ടയത്ത് അതിരമ്പുഴ തുടങ്ങിയ വാർഡുകൾ LDFും പിടിച്ചെടുത്തു. ആലപ്പുഴ പത്തിയൂരിലെ എരുവ പിടിച്ചു കോൺഗ്രസ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം. CPM വിട്ട് BJPയിലെത്തിയ ബിപിൻ സി ബാബുവിൻ്റെ വീടുള്ള വാർഡാണ് ഈ പത്തിയൂർ. ആ പത്തിയൂരിൽ LDFിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാർഡ് UDF പിടിച്ചെടുത്തു എന്നതാണ് വിഭാഗീയത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതിൻ്റെ തെളിവ്. ചുരുക്കത്തിൽ 3 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. 9 സിറ്റിംഗ് വാർഡുകൾ LDFിന് നഷ്ടപ്പെട്ടു. LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ UDF അട്ടിമറി വിജയം നേടി. ഇതൊരു ട്രെൻഡിൻ്റെ സൂചനയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമെന്ന് പറയുന്നു. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ട്രെൻഡാണോ ഇനി പ്രതിഫലിക്കാൻ പോകുന്നത്? ഏറെ അകലെയാണെങ്കിലും ഈ ട്രെൻഡിൻ്റെ സൂചന എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി മുസ്ലിം ലീഗിൽ നിന്നും UDFിൽ നിന്നും PK നവാസ്, CPMൽ നിന്നും VK സനോജ് എന്നിവരാണ്. ആദ്യം ഞാൻ PK നവാസിലേക്ക് പോകുന്നു. നവാസ്, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ് നവാസ്. ഇതൊരു തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ
ഭരണവിരുദ്ധ വികാരമോ ഭരണാനുകൂല വികാരമോ പ്രതിഫലിക്കുന്നതിനുമപ്പുറം വ്യക്തിബന്ധങ്ങൾ പ്രതിഫലിക്കാൻ സാധ്യതയുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ലോക്സഭയിലെ മിന്നും വിജയം നേടിയ UDF-ന് പക്ഷേ ചേലക്കരയിൽ അങ്ങനൊരു വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും പുതുതായി സംഭവിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകൾ ഒരു വാർഡിൻ്റെ മാത്രം വ്യത്യാസത്തിൽ വിജയിച്ചു കയറുമ്പോൾ അത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പി കെ നവാസ്. ആദ്യമായി ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ UDF-ൻ്റെ നമ്പറായി കാണിച്ചത് 16ആണ്. ഒരു സ്വതന്ത്രനെ നിങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഈരാറ്റുപേട്ടയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച യഹിന മോൾ എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെതാണ്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്, UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പറയുമ്പോൾ 17 സീറ്റിൽ UDF ജയിച്ചു എന്ന് കാണിക്കണം എന്ന് ആമുഖമായി ഒരു തിരുത്തൽ വരുത്തുകയാണ്. മറ്റൊന്ന്, ഇതിനൊരു ട്രെൻഡായി കാണാൻ കഴിയുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്ന രീതിയിൽ ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ കാണുന്നത് വളരെ കൃത്യമായൊരു ട്രെൻഡായിട്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഇടതുപക്ഷ മുന്നണി പിണറായി വിജയൻ്റെ 2ാം സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഞങ്ങൾ വളരെ കൃത്യമായി ഓരോ തിരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിക്കുകയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോവിഡിൻ്റെ മറയിൽ അധികാരത്തിൽ തിരിച്ചു കയറാൻ ശ്രമിച്ച പിണറായി വിജയനെതിരെ ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്ന പിണറായി വിജയൻ്റെ ഈ ജനവിരുദ്ധതയെ സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുകയും ജനകീയ വിഷയങ്ങളായി ഉയർത്തി കാണിക്കാനും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, പാലക്കാടും ചേലക്കരയും വയനാടും. ഞാൻ പറയട്ടെ, പാലക്കാടും ചേലക്കരയും വയനാടും മാത്രമല്ലല്ലോ, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പിന്നെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ തൃക്കാക്കരയിലും ഞങ്ങൾ നേരത്തെ നേടിയതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടിയിട്ടാണ് ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വന്നത്. അത് കഴിഞ്ഞ് പാലക്കാട്ടേക്ക് വന്നാൽ, പാലക്കാട് ശ്രീ ഷാഫി പറമ്പിൽ 2021 3589 വോട്ട് നേടിയെടുത്ത് 5 ഇരട്ടി വോട്ടോട് കൂടി ശ്രീ രാഹുൽ ജയിച്ചു വരുമ്പോൾ 15,000-ഓളം അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പുതുതായി വരുന്നു. ചേലക്കരയിലേക്ക് വന്നാൽ 2021 കെ രാധാകൃഷ്ണൻ 39,400 എന്ന് വെച്ചാൽ 40,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിനകത്ത് UR പ്രദീപ് 2024 കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്ന 12,000-ൽ പരം വോട്ടിനാണ്. എന്ന് വെച്ചാൽ 3 ഇരട്ടി വോട്ട് കുറഞ്ഞു. 25,000-ൽ പരം വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്നു. ഇപ്പോൾ അതിനുശേഷം വന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ തന്നെ കണക്കിലെടുത്ത് പറഞ്ഞാൽ ഈ 31 സീറ്റുകളിൽ 2020-ൽ UDF-ൻ്റെ കയ്യിലുണ്ടായിരുന്ന 13 സീറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സീറ്റ് 17 സീറ്റാണ്. LDF-ൻ്റെ കയ്യിലുണ്ടായത് 15 സീറ്റാണ്. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ 4 വർഷങ്ങൾക്ക് ഇപ്പുറം 11 സീറ്റായി അത് കുറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ വളരെ കൃത്യമായി ഗവൺമെന്റിനെതിരെയുള്ള വലിയ ജനവികാരം ഇവിടെ ഉണ്ട്. ഇത് ഭരണവിരുദ്ധ തരംഗമാണ്. വ്യത്യാസമാണ്. 3 പഞ്ചായത്തുകളിൽ ഓരോ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല, എനിക്കൊരു കൗണ്ടർ ക്വസ്റ്റൻ ഉണ്ട് പി കെ നവാസ്. ചേലക്കരയുടെ കാര്യമെടുക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന മണ്ഡലം ചേലക്കരയാണല്ലോ. ചേലക്കരയിൽ ഒരു നിമിഷം പി കെ നവാസ്, ഞാൻ തിരിച്ചു വരാം. പി കെ നവാസ്, ചോദ്യം ഇതാണ്. ചേലക്കരയിൽ ആദ്യമായി ഇപ്പോൾ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത്, അതായത് 2016-ൽ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പ്രദീപിന് കിട്ടിയത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമ്പോൾ അന്ന് 10,000 വോട്ടുകൾ കിട്ടി. ഒരു വലിയ പിണറായി തരംഗം, LDF തരംഗം ആഞ്ഞടിക്കുന്ന ഘട്ടത്തിലും 10,000 വോട്ട് നേടി വിജയിച്ച ഒരു സ്ഥാനാർത്ഥി രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലം പാതി പിന്നിടുമ്പോൾ 12,000-ആയിട്ട് ഭൂരിപക്ഷം ഉയർത്തുന്നു എന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. പി കെ നവാസ്, മാത്രവുമല്ല ലോക്സഭയിൽ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ട് മാത്രം ലീഡുണ്ടായിരുന്ന ചേലക്കര 3 ഇരട്ടി വോട്ട് വർദ്ധിപ്പിക്കുന്നു, ലീഡ് വർദ്ധിപ്പിക്കുന്നു. അതിനെ എങ്ങനെയാണ് നമ്മൾ കാണുക പി കെ നവാസ്? ശ്രീ അരുൺകുമാർ, അങ്ങേക്ക് അറിയാത്തതല്ല, ലോകസഭയും നിയമസഭയും നമ്മൾ ഒരു ഘട്ടത്തിലും താരതമ്യപ്പെടുത്താറില്ല. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പോലും ഈ പറയുന്ന ഒരു സീറ്റിലേക്ക് 20 സീറ്റിൽ ഒരു സീറ്റിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിയതിനെക്കുറിച്ച് ഞാൻ പറയാതെ പോയത് മറന്നുപോയതല്ല, മനഃപൂർവ്വം പറയാത്തതാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ലോകസഭയുടെ നമ്പറുകൾ നമ്മൾ പറയാറില്ല. ഒന്ന്. രണ്ടാമത്തേത്, താങ്കൾ പറയുന്ന UR പ്രദീപ് 2016-ൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടും 2024 മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുമാണ്. ഞാൻ പറയുന്നത് UR പ്രദീപ് എന്ന് പറയുന്ന MLA-യുടെ ക്വാളിറ്റിയോ അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്.
അതായിരുന്നു വിഷയമെങ്കിൽ നമുക്ക് GR പ്രദീപിന് കിട്ടിയ വോട്ട് 2016 വോട്ടും 24 വോട്ടും ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനവിരുദ്ധയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ അടിസ്ഥാനത്തിൽ ആ ഒരു തരത്തിൽ നമ്മളതിനെ പരിശോധിക്കപ്പെടുമ്പോൾ 2021 പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ജനങ്ങൾ വിലയിരുത്തി. ആ സമയത്ത് K. രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ള വോട്ട് 39,400 വോട്ടാണ്. അതിൽ നിന്ന് 3 ഇരട്ടി വോട്ട് കുറഞ്ഞു, 25,000-ഓളം വോട്ട് കുറയുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ശുഭസൂചകമായി തന്നെ കാണുകയാണ്. ചേലക്കരയിലെ പൊളിറ്റിക്കൽ ഫൈറ്റിൽ കംഫർട്ടബിളായി നിൽക്കുന്നത് UDF ആണ്. പരാജയപ്പെട്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു കാര്യം കൂടി അരുൺകുമാറിനോട് പറയാം. അരുൺകുമാർ പറയുന്നത് 3 പഞ്ചായത്തിൽ ഭരണം മാറിയത് ഒരു വാർഡിൻ്റെ മാറ്റത്തിലല്ല എന്നാണ്. അവിടെ ഒരു വാർഡിലല്ലേ ഇലക്ഷൻ നടന്നുള്ളൂ. ഒരു വാർഡിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു വാർഡിൽ നടക്കും. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞത് വാർഡ് തിരഞ്ഞെടുപ്പിൽ വ്യക്തിബന്ധങ്ങളെ സ്വാധീനിക്കുമെന്നാണ്. മലപ്പുറം സ്റ്റുഡിയോയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മലപ്പുറത്താണല്ലോ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇലക്ഷൻ നടന്നത്. ഏകദേശം ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ 3/4 ഭാഗം ഉൾക്കൊള്ളുന്നതല്ലേ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അല്ലെങ്കിൽ പകുതിയോളം ഉൾക്കൊള്ളുന്നതല്ലേ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഞങ്ങളുടെ AP ഉണ്ണികൃഷ്ണൻ അന്ന് മത്സരിച്ച് ജയിച്ചതിനേക്കാൾ 4 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതർത്ഥത്തിൽ നിങ്ങൾ ഏത് പാരാമീറ്റർ വെച്ച് നിങ്ങൾ പരിശോധിച്ചാലും ഐക്യജനാധിപത്യ മുന്നണി പറയുന്നത് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഈ പിണറായി സർക്കാരിൻ്റെ കുന്നിക്ക് പിടിച്ച് അധികാര കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാൻ ബാലറ്റ് പേപ്പറും ബാലറ്റ് പെട്ടിയും കാത്തിരിക്കുന്ന ജനതയാണ് കേരളത്തിലെ മലയാളി സമൂഹമെന്ന് കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകളും അതാണ് സംസാരിക്കുന്നത് എന്നാണ് ഐക്യജനാധിപത്യ മുന്നണി വിലയിരുത്തൽ. ആ വിലയിരുത്തൽ തന്നെയാണ് ഞങ്ങൾ ഭാവി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. താങ്ക് യു ശ്രീ PK നവാസ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം UDF-ന് അനുകൂലമാകുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം എന്നതാണ് UDF-ന്റെ ഇന്നത്തെ നിലപാട്. അത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 പഞ്ചായത്തുകളടക്കം വന്നത്, മലപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നേടിയ പടുകൂറ്റൻ വിജയം, ഇതെല്ലാം UDF-ന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുവെന്ന് UDF നേതാക്കൾ പറയുന്നു. നമ്മളോടൊപ്പം ചർച്ചയിൽ PK നവാസ് ഉണ്ട്. VK സനോജ് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരാം എന്ന് അറിയിച്ചിരുന്നതാണ്. അദ്ദേഹം ഒരു യാത്രാമധ്യയിലാണ്, ഇതുവരെയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. PK നവാസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അതിനിടയിൽ അദ്ദേഹം എത്തിച്ചേരും എന്ന് കരുതുന്നു. PK നവാസ്, നിലവിൽ ഈ വോട്ടിൻ്റെ ഷിഫ്റ്റും വോട്ടിൻ്റെ പാറ്റേണും ഒക്കെ നോക്കിയാൽ പല കാര്യങ്ങൾ അതിലുണ്ടാവാം. CPM-ന്റെ വിഭാഗീയത ഒരിടത്തൊരു പ്രധാനപ്പെട്ട വിഷയമായി തീർന്നിട്ടുണ്ട്. അതാണ് പത്തിയൂരിൽ നമ്മൾ കണ്ടത്. പത്തിയൂരിൽ കാലാകാലങ്ങളായി LDF-നോടൊപ്പം നിന്ന സീറ്റ് UDF-ലേക്ക് പോകുന്നു. അവിടെയുള്ള ബിബിൻ BJP-യിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പലതരത്തിലുള്ള മാറ്റങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവാം. പക്ഷെ പ്രധാനമായും ഭരണവിരുദ്ധ വികാരം എന്നൊരു സിംഗിൾ പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞ 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എന്തു മാറ്റമാണ് 2024 നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ ഒരു കാരണമായിട്ട് എടുത്തിട്ടുണ്ടാവുക? എന്തൊക്കെ വിഷയങ്ങളാണെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ? PK നവാസ്. ശ്രീ അരുൺകുമാർ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സാധാരണക്കാരൻ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത വിധം അത്രയും അസഹ്യമായ രൂപത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നോക്കൂ, ഒരു ദിവസത്തിൻ്റെ പ്രഭാതം ആരംഭിക്കുന്നു. കിടപ്പ് മുറിയിൽ നിന്ന് ആദ്യം എണീക്കുന്ന ഒരു മലയാളി ഓഫാക്കുന്ന ഫാനും ഓണാക്കുന്ന ലൈറ്റും കറണ്ട് ചാർജ് സർവ്വകാല റെക്കോർഡിലെത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അവിടെ നിന്ന് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നെങ്കിൽ വെള്ളക്കരം സർവ്വകാല റെക്കോർഡിൽ നിൽക്കുന്ന ഒരു കാലമാണ്. ചൂട് ചായ എന്ന് പറയുന്നത് പോലെ എപ്പോഴെങ്കിലും ഒരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ നമ്മുടെ കേരളത്തിലുണ്ടായോ? UDF ഭരിക്കുമ്പോൾ എത്രയായിരുന്നു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും? അല്ല, പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായോ എന്ന ചോദ്യത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് UDF ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കറണ്ട് ചാർജാണോ ഒപ്പം ഈടാക്കുന്നത്? 2 ദിവസം മുമ്പേ വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് എത്രയാണ്? ഓരോ ഗ്രഹനാഥന്മാരും പ്രയാസപ്പെടുന്ന എത്രയാണ്? അപ്പം ഞാൻ പറഞ്ഞു വന്ന് പൂർത്തീകരിച്ച് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രഭാതത്തിലെ ഓരോ കാര്യങ്ങളിലേക്കും നിങ്ങൾ പോവുക. ഒരു ഗ്ലാസ് ചായ എടുക്കാൻ വേണ്ടി രാവിലെ അടുക്കളയിലേക്ക് ചെന്നാൽ അടുക്കളയിലെ പലവ്യഞ്ജനങ്ങൾ നിൽക്കുന്ന ഡെസ്കിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ നിൽക്കുന്ന വില വർധനവിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയുമോ? അവിടുന്ന് രാവിലെ ഒരു പത്രം വായിക്കാൻ ചെന്നാൽ പത്രത്തിൻ്റെ വില വർധനവ് എത്രയാണ് നടക്കുന്നത്? ഒന്ന് പുറത്തു പോകണമെന്ന് കരുതിയാൽ, ഓട്ടോറിക്ഷ പിടിച്ചാൽ, ബസ് പിടിച്ചാൽ, സ്വന്തം വാഹനത്തിൽ പോയാൽ പെട്രോൾ ഡീസൽ വില വർധനവിനെക്കുറിച്ച് അതിൻ്റെ സെസ് നമുക്കറിയാലോ. ഈ കേന്ദ്രം വില വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്ന സമയത്ത് കേരളത്തിനൊരു പതിവുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ എന്താ പതിവ്? ഇന്നത്തെ പത്രത്തിൽ വില വർധനയുടെ വാർത്തയെങ്കിൽ നാളത്തെ പത്രത്തിൽ കേരളത്തിൻ്റെ ചാർജ് ഒഴിവാക്കിയിരിക്കുന്നു, അതിന് വില കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വരാറുണ്ട്. ആ കാര്യം പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള അംഗം മറുപടി പറഞ്ഞ എന്താണ്? പെൻഷൻ നൽകണ്ടേ, പ്രായമായ ആളുകൾക്ക് പെൻഷൻ നൽകണ്ടേ, ആ വാർദ്ധക്യം ബാധിച്ചവർക്ക് മരുന്നിന് പണം കൊടുക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് എന്ന് വൈകാരികമായി പ്രസംഗിച്ചത് നമ്മൾ കേട്ടതല്ലേ? മദ്യത്തിൻ്റെ സെസ് ഉണ്ടാക്കുന്ന സമയത്തും ഇതേ മറുപടി അവർ പറഞ്ഞു. 5 മാസമായി പെൻഷൻ ഇല്ല.
ഞാൻ നിങ്ങളോട് പറയുന്നത്, നൽകുന്ന സേവനങ്ങൾക്ക് മുഴുവൻ പണം പെരുപ്പിച്ച് വാങ്ങിക്കുകയും പണം അധികമായി വാങ്ങിക്കുകയും എന്നാൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ മുഴുവൻ റദ്ദു ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഈ ഭരണകൂടം. ഈ മോഡി ഗവൺമെൻറ് നോട്ട് നിരോധന സമയത്ത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞൊരു വാചകമുണ്ട്, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നൊരു പ്രയോഗം നടത്തി. എന്ന പോലെ ഇത് ഗവൺമെൻറ് നടത്തുന്ന ഒരു കൊള്ളയായി. ഒരു രാജഭരണകാലത്ത് പ്രജകൾക്ക് മുകളിൽ എങ്ങനെയാണ് രാജാവ് നികുതി അടിച്ചേൽപ്പിക്കുന്നത് എന്ന പോലെ എല്ലാ തലത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റോഡ് ടാക്സ്, നമ്മുടെ വാഹനത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ, വീടിൻ്റെ നികുതിയുടെ കാര്യത്തിൽ, രജിസ്ട്രേഷൻ സ്റ്റാമ്പിൻ്റെ കാര്യത്തിൽ, ഏത് മേഖലയെടുക്കും വില വർദ്ധിക്കാത്ത, നികുതി വർദ്ധിപ്പിക്കാത്ത ഏത് മേഖലയുണ്ട്? എന്നാൽ വർദ്ധിപ്പിക്കുന്ന പണം ഖജനാവിലേക്ക് പോകുന്നുണ്ടോ? ഖജനാവിലേക്ക് പോകട്ടെ. തിരിച്ച് ജനങ്ങൾക്ക് ലഭിക്കുന്ന സർവീസോ നിങ്ങളെടുത്ത് പരിശോധിക്ക്. പെൻഷൻ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകൾക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കാരുണ്യ ബലവന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പോലത്തെ മരുന്നുകൾ അവർ കൊടുക്കുന്നില്ല. 5 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടല്ലോ. ഒരു ദിവസത്തെ കുടിശ്ശിക ബാക്കിയാക്കാൻ പാടില്ല. മദ്യം വർദ്ധിപ്പിക്കുന്ന മദ്യഷോപ്പുകൾ തുറക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യം എന്താണ്? പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സെസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞവരല്ലേ. ഡീസൽ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിനെന്താ ഇവർ കേരളത്തിൻ്റെ വിഹിതം കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി എന്താണ്? പ്രായമായ ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ, വൈകാരികമായല്ല അന്ന് മന്ത്രി സഭയിൽ പ്രസംഗിച്ചത്. അപ്പോൾ ആ ബാധ്യത ഇവർക്കില്ലേ? ഒരു ദിവസത്തേതാണെങ്കിലും ഒരു ദിവസത്തേത് അതൊരു പരാജയമല്ലേ? അത് പരാജയമാണ് ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും. നോക്കൂ, നിങ്ങൾ മാവേലി സ്റ്റോറുകളിലേക്ക് ഒന്ന് പോയി നോക്കൂ അരുൺകുമാർ. നിങ്ങൾ ഇവിടുത്തെ മാവേലി സ്റ്റോറുകളും അതുപോലത്തെ സംവിധാനങ്ങളിലേക്ക് ചെന്നാൽ അവിടെ മുഴുവൻ ഒരു സാധനങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, മാർക്കറ്റ് വിലക്ക് തത്തുല്യമായ വിലക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളായത് മാറുകയാണ്. എങ്ങനെയാണ് കേരളത്തിലൊരു സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ ഒരു പ്രഭാതം മുതൽ അതിൻ്റെ ആ ദിവസത്തിൻ്റെ അവസാനം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും അവൻ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ മലയാളിയുടെ പ്രതികരണം, അടിമപ്പെടാത്ത മലയാളിയുടെ പ്രതികരണമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റുമെന്നാണ്. ഞാൻ പറയട്ടെ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാമ്പിൾ സർവേ നടത്താറുണ്ടല്ലോ. നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് സാമ്പിൾ സർവേ ഏറ്റെടുക്ക്. 14 ജില്ലയുള്ള കേരളത്തിലെ 11 ജില്ലകളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ്, 3 മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, 4 ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, 23 ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതു പരിച്ഛേദകമായി നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ സാമ്പിൾ സർവേ നടത്തുന്ന പോലെ ഇതൊരു സാമ്പിൾ സർവേ ആയി നമ്മൾ കണക്കാക്കിയാൽ അതിവൈകാരികമായി ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ബാലറ്റ് കയ്യിൽ കിട്ടിയാൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ നിന്ന് ഈ ഗവൺമെന്റിനെ പുറത്താക്കാൻ തയ്യാറായി നിൽക്കുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നല്ലാതെ മറുപടി തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ സാധ്യമല്ല. താങ്ക് യു പി കെ ദവാസ് ചേർന്നതിന്. പി കെ ദവാസ് UDFിന്റെ പ്രതികരണമാണ്. എന്താണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സംസാരിച്ചതാണ് കൃത്യമായി വിശദീകരിച്ചത്. 3 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു എന്നത് മാത്രമല്ല, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവെയുള്ളൊരു ട്രെൻഡ് UDFിന് അനുകൂലമാണെന്നും അതൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണെന്നുമാണ് UDF വിശ്വസിക്കുന്നത്. UDFിൻ്റെ വരുംകാല രാഷ്ട്രീയ ഏകോപനങ്ങൾക്കുള്ള ഒരു വലിയ ഊർജ്ജമായത് മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ മറുപടി പറയാൻ നമ്മൾ പ്രതീക്ഷിച്ചത് VK സനോജിനെയാണ്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അജ്ഞാതമായ കാരണങ്ങളാൽ ചർച്ചയിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Debate with Dr. Arun Kumar.